അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം കുറച്ച് ഡാർക്കായിട്ടുള്ള സൈക്കോളജിയാണ്. എന്തിനെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡോൾഫ് ഹിറ്റ്ലറിനെ പറ്റിയാണ്. അഡോൾഫ് ഹിറ്റ്ലറിൽ നിന്നും ഞാൻ ഞാൻ പഠിച്ചെടുത്ത കുറച്ച് ഡാർക്ക് സൈക്കോളജിയെ പറ്റിയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഇതെന്ന് പറയുമ്പോൾ കുറച്ച് ബ്രൂട്ടലാണ്. അതുകൊണ്ടാണ് സംഭവം പലവർക്കും അംഗീകരിക്കാൻ പറ്റാതെ വരും. പക്ഷേ അതാണ് സത്യമെന്ന് പറയുന്നത്. ഈ വീഡിയോ കാണുന്നവർക്ക് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലും ഉള്ളൊരു ഹിറ്റ്ലറിനെ നിങ്ങൾക്ക് പിടികിട്ടും. രണ്ടാമത്തെ കാര്യം, അതുപോലെ ഹിറ്റ്ലറിൻ്റെ പോലത്തെ ഒരു മനോഭാവം വേറെ ആർക്കെങ്കിലും, നിങ്ങളെ ചുറ്റുപാടിലുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ പറയുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഡാർക്ക് സൈക്കോളജിയെ പറ്റി ഞാൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ പഠിച്ചെടുത്ത സൈക്കോളജിയെ പറ്റി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളും കണ്ടു നോക്കുക. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഹിറ്റ്ലറുടെ ജീവിതത്തെ പറ്റി നമുക്ക് തുടങ്ങാം. ഹിറ്റ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടാളക്കാരനായിരുന്നു. പട്ടാളക്കാരനായിരുന്നൊരു വ്യക്തി എന്ത് ചെയ്തു? ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു വലിയൊരു ലീഡർഷിപ്പുള്ള ഒരു വ്യക്തിയായി. സാധാരണ ഒരു പട്ടണക്കാരനായിരുന്നൊരു വ്യക്തിയാണ് അഡോൾഫ് ഹിറ്റ്ലർ. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഒരു ലീഡർഷിപ്പിലോട്ട് എത്തിച്ചേർന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന പോലെ അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ, ഗർഭിണികളെ, വയസ്സായവരെ, മുതിർന്നവരെ എല്ലാവരെയും കൊന്നൊടുക്കുന്നുണ്ട്. ജൂതന്മാരെല്ലാവരും കൊന്നുകൊടുക്കുന്നുണ്ട്. വളരെ ബ്രൂട്ടലായി കൊന്നൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ കുട്ടിക്കാലം വളരെ ദുരന്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു സർക്കാർ ജോലിക്കാരനായിരുന്നു. അതുപോലെ ഹിറ്റ്ലറിനെയും അതുപോലെ ആക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ അച്ഛൻ ഡെയിലി വന്ന് അദ്ദേഹത്തിനെ അടിക്കുമായിരുന്നു. വളരെ രീതിയിലുള്ള ബ്രൂട്ടലായിട്ടുള്ള ശിക്ഷയാണ് അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ക്രൂരതയും കൂടി. അങ്ങനെ എന്താണ് സംഭവിച്ചത്? പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തുള്ള എല്ലാവരും അവരുടെ കൺഫിഡൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലാത്തവരുടെ എല്ലാവരും തട്ടിക്കളയും. അതാണ് സംഭവം. തട്ടിക്കളഞ്ഞിരിക്കുന്നത് എത്ര വലിയ ആളായാലും. അതെല്ലാ മനുഷ്യമായും ചെയ്യുന്ന പരിപാടി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അല്പമെങ്കിലും സമാധാനമായി തന്ന ഒരു ഹാപ്പിനെസ് കൊടുക്കാൻ വേണ്ടി നിന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയും മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റിൽ ഹാപ്പിനെസ്സും ഇല്ല, ഒന്നുമില്ല. അദ്ദേഹം ഡെയിലി കാണുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനെ ബ്രൂട്ടാലിറ്റി മാത്രം കണ്ടു വളരുന്ന ഒരു വ്യക്തി. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ചരിത്രം എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരെ വീട്ടിലോട്ട് പോകാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ഡാർക്ക് സൈക്കോളജിയാണ്. ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, എല്ലാവരും ഒന്ന് കേട്ട് നോക്കുക. ബാക്കി ഞാൻ വീട്ടിലോട്ട് പോവാം. നിങ്ങളെല്ലാവരും കാണുന്നൊരു കാര്യമാണ് ഈ ഭിക്ഷയാചിക്കുന്ന അമ്മമാർ, ഭിക്ഷയാചിക്കുന്ന സ്ത്രീകൾ അവരുടെ കുട്ടികളെ വെയിലത്തും മഴയത്തൊക്കെ കൊണ്ട് ഭിക്ഷയാചിപ്പിക്കും. അതുമാത്രമല്ല, വളരെ ചൂടെടുത്ത് നിന്നാലും അല്ലെങ്കിൽ തന്നെ വളരെ മഴ പെയ്താലും അവർക്ക് വെള്ളം ദാഹിച്ചാലും ഭക്ഷണം കൊടുത്താലും ഒന്നും ഇവർ ഫുഡൊന്നും കൊടുക്കത്തില്ല. പല രീതിയിലുള്ള ഭിക്ഷയാടകരിൽ നിന്നും പല കുട്ടികൾക്കും ബോധരഹിതരായി 2-3 പ്രാവശ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ സംഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബ്രൂട്ടാലിറ്റി കൂടുതലാണ്. കാരണം കുട്ടികളെ അടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഈ സ്ത്രീകൾ ഈ കുട്ടികളെ അടിക്കുകയൊക്കെ ചെയ്യും. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. ഭക്ഷണം കിട്ടാതെ ബോധം കെട്ട് കിടന്നാൽ പോലും അവർ വീണ്ടും ഭിക്ഷയാചിക്കാൻ വേണ്ടി കുട്ടികളെ കൊണ്ട് പെക്കൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെയാണ്. പിന്നെ അസുഖം വന്നു കഴിഞ്ഞാൽ ഒന്നും ഒരു ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്ത് കൊടുക്കത്തില്ല കുട്ടികൾക്ക്. അങ്ങനെ അവർ വളർത്തും ഭിക്ഷയാചിക്കുന്നവരെ. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഒന്നാമത്തെ റൂളിനെ പറ്റി ഞാൻ പറയാം. എവിടെ സെൽഫ് റെസ്പെക്റ്റ് കുറയുമോ അപ്പോൾ അവിടെ ബ്രൂട്ടാലിറ്റി, വയലൻസ് കൂടും. അതൊന്നാമത്തെ ഒരു റൂളാണ്. ഞാൻ കണ്ടുപിടിച്ച റൂളാണ്. ഇത് സത്യമായ ഫാക്റ്റാണ്. മനസ്സിലായില്ലേ? അങ്ങനെ അപ്പോൾ ഞങ്ങളൊന്ന് ചിന്തിക്കും, സ്വന്തം കുട്ടികൾ ഇങ്ങനെ ചെയ്യുമോ? ചെയ്തിരിക്കും. സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നുണ്ട്. അങ്ങനെ സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മൾ ഹാപ്പി ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളത് സ്നേഹമൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ.
മനസ്സിലായി? നമ്മൾ എത്രത്തോളം ദുഃഖമാകുന്നു അതുപോലെ നമ്മളെ ബാക്കിയുള്ളവർക്ക് നമ്മളതുപോലെ ബ്രൂട്ടായിട്ട് പെരുമാറും. അതേ പെരുമാറ്റമാണ് ഈ ഭിക്ഷക്കാരായ കുട്ടികളോട്, കൈക്കുഞ്ഞുങ്ങളോട് ഈ പറയുന്ന ഭിക്ഷയായിരിക്കുന്ന അമ്മമാർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങൾ പൊതുവെ നിങ്ങൾ ഒരു ഫുട്പാത്തിൽ കൂടെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ കൂടെ നടക്കുമ്പോൾ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ ഇതൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയാണ് ഞാൻ പറയുമ്പോൾ ഡാർക്ക് സൈക്കോളജിയോട്ട് രണ്ടാം പാട്ടോട്ട് ഞാൻ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടൊരു കാര്യമാണ്, സ്വന്തം അനിയനെ തലയടിച്ച് കൊന്ന അഫ്നാനെ പറ്റി നിങ്ങളെല്ലാവരും കേട്ട് കാണും. വീട്ടിലുള്ള സ്വന്തം അനിയനെ കൊന്നു, അതേപോലെ തന്നെ എല്ലാവരെയും കൊന്നു. അമ്മയ്ക്ക് നേരെ ഒരു അറ്റാക്ക് ഉണ്ടായി, അവർക്ക് നേരെ ഒരു പ്രശ്നം ഉണ്ടായി. അതേപോലെ തന്നെ നിങ്ങൾ പല ഇതും കണ്ട് കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും. അതേപോലെ തന്നെ അച്ഛൻ ഒരു മകനെ കൊന്നു കളയുന്നു, അമ്മ ഒരു മകനെ കൊന്നു കളയുന്നു, അമ്മ കുട്ടിയെ കൊല്ലുന്നു. ഇതേപോലെ കൊലപാതകങ്ങൾ നടക്കുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇവരെന്തായി ചെയ്യുന്നത്? ഇതൊക്കെ മോശമായി നിങ്ങളൊക്കെ ചിന്തിക്കും. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുമുണ്ട് ഈ പറഞ്ഞ വയലൻസ്. ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ സ്നേഹമുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്ക് നിങ്ങളോട് മാത്രമേ ലോകത്ത് സ്നേഹമുള്ളൂ. ഈ സ്നേഹം എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബാക്കിയുള്ളവർ എങ്ങനെ കംഫർട്ടാക്കി വയ്ക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് നമുക്ക് ബാക്കിയുള്ളവർക്ക് സ്നേഹം തോന്നുന്നത്. മനസ്സിലായില്ലേ? ആ സ്നേഹമാണ്. അതിന് പകരം ജീവിതകാലം മുഴുവൻ ഒറ്റപ്പെട്ട് കുറ്റപ്പെട്ടലും അതേപോലെ പല രീതിയിലുള്ള ഹരാസ്മെൻറ്റും കേട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ബ്രൂട്ടാലിറ്റി കൂടി വരും. അങ്ങനെയാണ് ശാസ്ത്രം, മാനസിക ശാസ്ത്രമെന്ന് ഞാൻ പറയും. അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് കുറച്ച് സയൻസുകളെ പറ്റി നമുക്ക് ചിന്തിക്കാം. കുറച്ച് സയൻസ്. ഞാൻ ഈ പറയുന്ന സയൻസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായി ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കണം. ഇല്ലെങ്കിൽ ഞാനൊരു നല്ല പ്രശ്നമാകുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ഹിറ്റ്ലറിനെ പോലത്തെ ഒരു മെൻറ്റാലിറ്റിയുള്ള ആൾക്കാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ കുട്ടികളെയൊക്കെ കാണുമ്പോൾ അവർക്കൊരു എന്ത് ചെയ്യും, ഒരു ക്യൂട്ട്നെസ് തോന്നത്തില്ല. ക്യൂട്ട്നെസ് ഒന്നും തോന്നത്തൊന്നുമില്ല. ഹിറ്റ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് റെസ്പെക്റ്റ് വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ബ്രൂട്ടാലിറ്റി സത്യം പറഞ്ഞാൽ കുറച്ച് കുറവ്. എന്നാൽ പോലും മൊത്തം കുറഞ്ഞില്ല. അപ്പോൾ ജൂതന്മാരോട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ജൂതന്മാരെ അവർ കൊന്നൊടുക്കുന്നുണ്ട് ഹിറ്റ്ലർ. അദ്ദേഹം ഒരു ലീഡർ ആയപ്പോഴാണ് നമുക്ക് അദ്ദേഹത്തിന് സെൽഫ് റെസ്പെക്റ്റ് കൂടി കുറച്ചൊക്കെ അദ്ദേഹം ഒന്ന് കാമായത്. മനസ്സിലായില്ലേ? അദ്ദേഹം ഒരു പട്ടാളത്തിൽ നിന്ന സമയത്ത് ഈ ഇതേപോലെ ഭരണത്തിന് വേണമെങ്കിൽ മുമ്പൊക്കെ ഭയങ്കര ബ്രൂട്ടാലിറ്റി ആയിരുന്നു. കാരണം അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ പടം വരയ്ക്കാനും അദ്ദേഹം വീടൊക്കെ വിട്ട് ഇറങ്ങിയ സമയത്തൊക്കെ ഭയങ്കര ബ്രൂട്ടാലിറ്റി കൂടുതലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, സെൽഫ് റെസ്പെക്റ്റ് കൂടിയപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ബ്രൂട്ടാലിറ്റി കുറയുമെന്നുള്ളത് സത്യമാണ്. മനസ്സിലായി? അഡോൾഫ് ഹിറ്റ്ലറിന്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇതാണ് സംഭവം. കുട്ടികളെ കാണുമ്പോൾ ഇവർക്ക് എന്തായൊരു ഇമോഷണൽ കണക്ഷൻ തോന്നത്തില്ല. ഇതേപോലെ ബ്രൂട്ടാലിറ്റി ഉള്ള ആൾക്കാർക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ കുട്ടികളെ കാണുമ്പോൾ തോന്നത്തില്ല. രണ്ടാമത്തെ കാര്യം, ചെറിയ കാര്യങ്ങൾക്ക് പോലും അത് സംസാരിക്കത്തില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായി മുടി നേരെ കോതി വയ്ക്കുന്നതിനും അല്ലെങ്കിൽ തന്നെ സ്വന്തം ഹൈജീനിലൊക്കെ കുറച്ച് അൺകോൺഷ്യസ് ആയി അവർ അങ്ങനെ ചിന്തിക്കാറൊന്നുമില്ല. അതൊരു രണ്ടാമത്തെ സൈനാണ്. മൂന്നാമത്തെ സൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഉറക്കമില്ലാത്ത സിറ്റുവേഷനിലോട്ടൊക്കെ അവർ വരും. അത് നാലാമത്തെ സൈനാണ്. അടുത്ത് വേറൊരു സൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പൊതുവെ ഒരു ഫുഡ് കിട്ടിയെന്ന് വിചാരിക്കും, നല്ലൊരു ചിക്കൻ ബിരിയാണി കിട്ടിയെന്ന് വിചാരിക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു വ്യക്തി മാത്രം അത് കഴിക്കാതെ മാറി നിൽക്കുന്നു, അവർക്ക് വേണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു. അങ്ങനെ വരുമ്പോഴേ നിങ്ങൾ ഇതേപോലെ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രമേ നല്ല ഫുഡ് കഴിക്കണം എന്നുള്ള ചിന്ത തോന്നത്തുള്ളൂ. മനസ്സിലായില്ലേ? അതില്ലാത്തവർക്ക് അത് തോന്നത്തില്ല. അതാണ് ഇതിൻ്റെ ശാസ്ത്രം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു രീതി കാണുന്നുണ്ടെങ്കിലും ഇങ്ങനെ വരുന്നത്. അത് മാത്രമല്ല, നിങ്ങളെ ചുറ്റുപാടുമുള്ള വ്യക്തികൾക്ക് ഇതേപോലെ തന്നെ അവർക്കും ഇതുപോലെ സമൂഹപരമായിട്ട് അവരെ കുറ്റപ്പെടുത്തുകയും വീട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഒക്കെ അവഗണന കിട്ടി നിൽക്കുന്ന ഒരാൾക്ക് ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കണം. മൂന്നാമത്തെ കാര്യം, കെയർലെസ് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ പോയി ശ്രദ്ധിക്കത്തില്ല. ഇപ്പോൾ ഒരു വണ്ടി നമ്മൾ പാർക്ക് ചെയ്ത്
ഇപ്പോൾ എവിടെയെങ്കിലും വച്ചിട്ട് പോയി കഴിഞ്ഞാൽ താക്കോൽ എടുക്കാൻ മറക്കത്തില്ല. താക്കോൽ ഞങ്ങളുടെ വച്ചിട്ട് പോകും, താക്കോലും കൂടെ കൊണ്ടുപോകത്തില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്, താക്കോലും വെച്ച് അങ്ങ് പോകും. അതുപോലത്തെ പരിപാടികളാണ്. അത് മാത്രമല്ല, ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്, ഇതുപോലത്തെ കെയർലെസ് ആയിട്ടുള്ള ഒരുപാട് പരിപാടികളുണ്ട്. അതേപോലെ ചിരി വളരെ കുറവായിരിക്കും, സംസാരം കുറവായിരിക്കും. അവർ ഒരുപാട് സംസാരിക്കത്തില്ല. അവൾ സംസാരിക്കുന്ന സ്വന്തം കാര്യങ്ങളെ പറ്റി മാത്രമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എനിക്ക് നാളെ വേറെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നാളെ ഗെയിം കളിക്കാൻ പോകണം, അല്ലെങ്കിൽ എനിക്ക് നാളെ നീന്താൻ പോകണം, ജിമ്മിൽ പോകണം എന്നുള്ള രീതിയിലുള്ള സംസാരമായിരിക്കും. ജിമ്മിൽ പോകണമെന്നൊന്നും പറയത്തില്ല. അവർ ജിമ്മിൽ പോകാൻ താല്പര്യമൊന്നും കാണത്തില്ല. ഇതുപോലത്തെ വ്യക്തികൾക്ക് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് വേണ്ടി ഒന്നും ചെയ്യത്തൊന്നുമില്ല. അപ്പോൾ ഇതുപോലത്തെ കുറേ സയൻസൊക്കെ ഉണ്ട്. ഇത്രയും സയൻസൊക്കെ നിങ്ങൾ ചുറ്റുപാടുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവരെ കൊണ്ട് സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കണം, ഇല്ലെങ്കിൽ വളരെ പ്രശ്നമാകും. അപ്പോൾ അത്രയേ ഉള്ളൂ.